Hi everyone, Shivani here. Welcome back to Dr. Anis Ali's Mind Wellness YouTube channel. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു കമൻ്റാണ് നമ്മളുടെ വ്യൂവേഴ്സ് തന്നെ ചോദിച്ചിട്ടുള്ള ഒരു കമൻ്റാണ് ഡോക്ടറോട് ഇന്ന് ഒരു ചോദ്യമായിട്ട് ഞാൻ ചോദിക്കാൻ പോകുന്നത്. കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്ന ആളുകൾ അത് ജോലി എന്ന രീതിയിലാവാം, അല്ലെങ്കിൽ നമ്മളുടെ സ്വന്തം ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും ബെഡ് റെസ്റ്റിലാവാം. അപ്പോൾ അവരൊക്കെ ടേക്ക് കെയർ ചെയ്യുന്ന ആളുകൾ പലതരത്തിലുള്ള ഒരു മാനസിക അവസ്ഥകളിലൂടെ കടന്നു പോകുന്നുണ്ടാവാം. അവനവന് താല്പര്യമുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ടാവാം. ചിലപ്പോൾ കൂട്ടിലടയ്ക്കപ്പെട്ട ഒരു വികാരം അതിലൂടെ കടന്നു പോകുന്നുണ്ടാവാം. അപ്പോൾ എന്തുകൊണ്ടാവാം ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുന്നത്? ഡോക്ടർക്ക് അങ്ങനെ എന്തെങ്കിലും കേസസ് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഇതുപോലെ കിടപ്പ് രോഗികളെ ശുശ്രൂഷിച്ചതിന്റെ ഭാഗമായിട്ട് അവർ സ്വയം ഒരു വല്ലാത്ത വിഷാദത്തിലേക്ക് കടന്നു പോകുന്ന തീർച്ചയായിട്ടും ഇത് സാധാരണ കാണുന്ന ഒരു പ്രവണത തന്നെയാണ്. ഇതിനെപ്പറ്റി പുസ്തകങ്ങളൊക്കെ തന്നെ വളരെയധികം പ്രതിപാദിച്ചിട്ടുണ്ട്. സൈക്യാട്രിയിൽ തന്നെ ഇങ്ങനെ ഒരു പ്രശ്നം പറയാറുണ്ട്. ആദ്യം അതിലേക്കൊന്ന് കിടക്കാം. ഇപ്പോൾ സൈക്യാട്രിക് പ്രശ്നങ്ങൾ, മാനസിക ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് തന്നെ കിടപ്പ് രോഗി അല്ലെങ്കിലും കുറേ കാലമായിട്ട് മാനസിക രോഗിയായിട്ട് മുദ്ര കുത്തപ്പെട്ട ഒരാൾ നമ്മളെ വീട്ടിലുണ്ടാവുക, നമ്മൾ സ്വന്തപ്പെട്ട ഒരാളുണ്ടാവുക. അവരെ പുറത്തോട്ടൊന്നും വിടാതെ പിടിച്ചു നിർത്തിയിടുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ജോലിക്കൊന്നും പോകാൻ പറ്റാതെ വീട്ടിൽ തന്നെ നിൽക്കുന്ന ഒരവസ്ഥ. അപ്പോൾ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ ചേച്ചിമാരോ ചേട്ടന്മാരോ അവരെ നോക്കിട്ടത് അവരുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ ചിലപ്പോൾ ചേച്ചിയായിരിക്കും നോക്കേണ്ടത്, ചിലപ്പോൾ അനിയത്തിയായിരിക്കും അനിയനൊക്കെ ആയിരിക്കും നോക്കേണ്ടത്. അങ്ങനെ നോക്കി, അല്ലെങ്കിൽ അച്ഛനമ്മമാരാണെങ്കിൽ നോക്കിയിട്ട് അവർക്ക് എവിടേക്കും പുറത്തിറങ്ങാൻ പറ്റാതെ അതിൽ തന്നെ സ്റ്റെക്കായി നിൽക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്നൊരു കണ്ടീഷനുണ്ട്. എക്സ്പ്രസ്ഡ് ഇമോഷൻ എന്നാണ് അതിന് പറയുക. ആ എക്സ്പ്രസ്ഡ് ഇമോഷൻ എന്ന ടേം തന്നെ ഉണ്ട്. അതിൻ്റെ അർത്ഥം ഇവരെ കണ്ട് ഇവരെ പ്രതി ഇങ്ങനെ നോക്കി അവരിലുള്ള കുറേ കാര്യങ്ങൾ ഇവരിലേക്കും അത് പ്രകടമാക്കുന്ന ഒരു രീതി മാനസിക രോഗങ്ങളിൽ തന്നെയാണ്. അതുപോലെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിൽ കിടപ്പ് രോഗികളായിട്ട് ബെഡ് റിഡൺ ആയിട്ടുള്ള പേഷ്യൻസ് പല കാര്യം കൊണ്ടാവാം. എന്തെങ്കിലും പാരലൈസിസ് ആയിട്ടോ സ്ട്രോക്ക് വന്നിട്ടോ അങ്ങനെ കിടക്കുന്നുണ്ട്. വല്ല ക്യാൻസർ രോഗികളായിട്ടുള്ള ആളുകൾ അതിൻ്റെ ടെർമിനൽ സ്റ്റേജിൽ ചിലപ്പോൾ മൊബിലിറ്റി ഒക്കെ നഷ്ടപ്പെട്ട് കിടക്കുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങൾ കിടക്കുന്ന അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ചേട്ടന്മാരാണെങ്കിലും ഏജിലൊന്നും അല്ലാത്ത ആളുകൾ തന്നെ പല ആക്സിഡൻറ്റിലൊക്കെ സംഭവിച്ച് മൊബിലിറ്റി നഷ്ടപ്പെട്ട് പാരലൈസിസ് ആയ ആളുകളൊക്കെ ഉണ്ട് യാദൃശ്ചികമായിട്ട്. അപ്പോൾ അവർ നോക്കി പെട്ടെന്ന് റിക്കവറിയോ അല്ലെങ്കിൽ അതിനൊരു റിക്കവറി പൂർണ്ണമായിട്ടില്ല നമുക്ക് മെഡിക്കൽ സയൻസ് തന്നെ വിലയിരുത്തപ്പെടുന്നു. അല്ലെങ്കിൽ ഡോക്ടേഴ്സ് തന്നെ പറയുന്നു നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിക്കോളൂ, വീട്ടിൽ കൊണ്ടുപോയിട്ട് നീ പരിരക്ഷിച്ചാൽ മതി. എന്തെങ്കിലും അത്യാവശ്യമായിട്ടുള്ള എന്തെങ്കിലും എമർജൻസി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാൽ മതി എന്ന് പറയാറുണ്ട് പല കേസുകളും. അപ്പോൾ അവർക്ക് വേണ്ടത് നല്ലൊരു ശാശ്വതമായുള്ള ഒരു എന്താ പറയുക, ഒരു അവരെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ ആളുകളില്ലാത്ത ആളുകൾ പല ആളുകളെയും നമ്മൾ പണിക്ക് വെക്കും. അതായത് മെയിൽ നേഴ്സുമാരാണെങ്കിലും അല്ലെങ്കിൽ ഹോം നേഴ്സുമാരെങ്കിലാണെങ്കിലും അങ്ങനത്തെ സ്റ്റാഫുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അത് പേയ്മെൻറ്റ് കൊടുത്തിട്ട് ഇപ്പം നിർത്തും. അതിൽ കുറച്ച് ഇമോഷണൽ ടച്ച് വളരെ കുറവാണ്. പക്ഷേ ചില ആളുകൾ പറയുന്നത് അവർക്ക് ജോലി, മക്കൾക്കൊക്കെ ജോലി ഇതൊക്കെ ആയതുകൊണ്ട് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല എന്നത്. മക്കളെ തന്നെ നോക്കുന്ന കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ട്. ഇവിടെയൊക്കെ ചിലപ്പോൾ നമ്മളെ വിശ്വാസമൊക്കെ ഇതിലൊരു പങ്ക് ചെയ്യും. കാരണം സ്വന്തം പാരൻസൊക്കെ ആകുമ്പോൾ ജോലി തിരക്കുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഒരു പാർട്ട് ടൈം ആക്കി എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ എടുത്ത് ഷെഡ്യൂൾ ചെയ്യുന്ന ആളുകളുണ്ട്. കാരണം ദൈവത്തിൻ്റെ അടുത്ത് കൂടിയും ഒരു കൃപ കിട്ടണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ ആ രീതിയിൽ പോകുന്ന ആളുകളുണ്ട്. ഇപ്പോൾ രാവിലെ തൊട്ട് ഉച്ച വരെ ഞാൻ നോക്കിയിട്ട് ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ ഞാനാണ് നോക്കുന്നതെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം എൻ്റെ പ്രാക്ടീസ് ഷെഡ്യൂൾ ചെയ്യാമെന്ന് പറഞ്ഞ് നോക്കുകയോ, അല്ലെങ്കിൽ വൈസ് വേഴ്സ മോർണിംഗിൽ ഞാൻ എൻ്റെ പ്രാക്ടീസ് എടുത്ത് ഉച്ചയ്ക്ക് ശേഷം ഇതുവരെ രാവിലെ ഞാൻ വേറെ ആളെ വെച്ചു, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളെ വിശ്വാസത്തിൻ്റെയും നമ്മൾ തമ്മിലുള്ള ബോണ്ടും ആ കണക്ഷൻസിൻ്റെ ബോണ്ടും അനുസരിച്ചിരിക്കും. അത് നിലനിർത്താൻ സാധിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു പരിധിവരെ മറ്റ് പ്രശ്നങ്ങളിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ നമ്മളും സ്ട്രെസ്സിലേക്ക് പോകും. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ തന്നെ പറഞ്ഞു, എൻ്റെ എല്ലാ ആക്ടിവിറ്റീസും നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഞാനൊരു ബൂട്ടിൽ കിടക്കുന്ന ആളെ പോലെയായി. അപ്പോൾ ഞാൻ പുറത്തോട്ട് നോക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരും മറ്റൊരും ചെയ്യുന്ന പ്രവൃത്തികളോ അല്ലെങ്കിൽ അവർ ജോലി അടിക്കുന്നതോ ടൂർ അടിക്കുന്നതോ പോകുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നതും എനിക്ക് പറ്റുന്നില്ല. പിന്നെ അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ലൈഫ് എനിക്ക് കുറേ നഷ്ടപ്പെട്ടു. ബിക്കോസ് ഓഫ് ഈ ഇൻസിഡൻറ്റ് എൻ്റെ വേണ്ടപ്പെട്ടവരെ നോക്കേണ്ട ഒരു അവസ്ഥ വന്നതുകൊണ്ട് എനിക്കിനി എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അതിനെ നമ്മളെ മനസ്സിനെ ത്വരിതപ്പെടുത്തിക്കൊണ്ടത് അങ്ങനെ ആക്കിക്കൊണ്ടുവരില്ലാതെ വേറെ മാർക്ക്. കാരണം ഇതിനോട് ഒരു ആൻസർ ചോദിച്ചാൽ പലവരും പല മാർഗങ്ങളായിരിക്കും പറയാം.
അപ്പോൾ നിങ്ങളുടെ പശ്ചാത്തലം, ശിവാനിയുടെ പശ്ചാത്തലം ശിവാനിക്ക് അറിയാം ഏറ്റവും കൂടുതൽ. അത്ര എനിക്കറിഞ്ഞോളന്നില്ല. നിങ്ങളെ പാരൻസായിട്ടുള്ളൊരു ബോണ്ടിങ് എത്രത്തോളം ഇൻവോൾവ് ആണ്, എന്തെല്ലാം നിങ്ങൾക്ക് കമ്മിറ്റഡ് ആണ് അവർക്ക് എന്നുള്ളത്, അത് നിങ്ങൾ തമ്മിലൊരു ബോണ്ടുമായിരിക്കും. അപ്പോൾ അത് ഞാൻ ചിലപ്പോൾ പറയുമ്പോൾ ചിലപ്പോൾ അതങ്ങനെയൊക്കെ ചെയ്തുകൂടെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ ഫിറ്റ് ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അത് നമ്മൾ ചിന്തിച്ച് നമ്മളെല്ലാ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലേക്ക് ആ നെഗറ്റീവ് തോട്ട്സിൽ തന്നെ പോയി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് നെഗറ്റീവ് എനർജി ഉണ്ടാവുള്ളൂ, കൂടുതൽ നമ്മൾ ഇമോഷൻ ആവും. പിന്നെ ഇവിടെയൊക്കെയാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഈ രംഗത്തെങ്കിലും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളെങ്കിൽ എൻ്റെ മാത്രം ഒരു കാര്യം കൂടി പോരാ, എൻ്റെ പാർട്ട്ണർ, എൻ്റെ വൈഫ്, എൻ്റെ കുട്ടികൾ, അവരുടെ സപ്പോർട്ടില്ലെങ്കിലും എന്നത് ഇൻഫ്ലുവൻസ് ചെയ്യും. അവരെനിക്ക് ഇങ്ങനെ നെഗറ്റീവ് എനർജി ആവുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെന്താ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നത്, മറ്റാളെ ഏൽപ്പിച്ച് പോക്കോ, വേറെ ആൾക്കാരൊക്കെ ഇല്ലേ, നിങ്ങൾ മാത്രമല്ല മകൻ, നിങ്ങൾ മാത്രമല്ല മകൾ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വീണ്ടും ഞാൻ ചിലപ്പോൾ അവരോട് ഡിഫെൻഡ് ചെയ്തൊന്ന് വരും, പക്ഷേ എൻ്റെ ഉള്ളിൽ ഒരു നെഗറ്റീവ് എനർജി ഫോം ചെയ്യും. അപ്പോൾ ഇതിലും തന്നെ നമ്മളെ കുട്ടികളെയും നമ്മളെ ഭാര്യയുടെയും ഒക്കെ സപ്പോർട്ട് കിട്ടുമ്പോൾ മാത്രമേ നമുക്കതിൽ ഉറച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മളാകെ മൂഡ് ഔട്ട് ആവാനും നമ്മൾ തന്നെ സ്ട്രെസ്സിലേക്ക് കിടക്കാനൊക്കെ നിൽക്കുന്നത്. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിശ്വാസത്തിൻ്റെ കുറച്ച് ഭാഗം നമ്മളിലുണ്ടെങ്കിൽ, ഞാൻ ഇവിടെ എൻ്റെ രക്ഷിതാവിനെ അല്ലെങ്കിൽ എൻ്റെ വേണ്ടപ്പെട്ട ആൾക്ക് അല്ലെങ്കിൽ ഒരാൾക്കാണ് ഞാൻ ഈ ഇത് ചെയ്തു കൊടുക്കുന്നത്, എൻ്റെ സേവനം ചെയ്തു കൊടുക്കുന്നത്, അത് എൻ്റെ ഡ്യൂട്ടിയാണ്, ഞാൻ ചെയ്തേ പറ്റൂ, ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലേ മറു ലോകത്ത് എനിക്കൊരു ജീവിതം കൂടി ഉണ്ടെങ്കിൽ അവിടെ എനിക്ക് എൻ്റെ സ്വർഗ്ഗം കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുത്തുനിന്ന് നല്ലൊരു എനിക്കൊരു ഇത് കിട്ടുള്ളൂ. ഇവിടെ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി കഴിഞ്ഞാലും അവിടെ എനിക്ക് ഒരു സന്തോഷം വരാനിരിക്കുന്നു എന്നുള്ളൊരു പോസിറ്റീവ് എനർജി എന്നിൽ വരികയാണെങ്കിൽ ഒരു പക്ഷേ ഞാൻ അതിൽ മുതിരും. അങ്ങനത്തെ ഒരു വിശ്വാസമൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഇതിനൊക്കെ ക്വസ്റ്റ്യനിങ് ആണ്. എന്തിന്, ആർക്ക്, എപ്പോൾ, എന്ത് ജീവിതം, എവിടെ ജീവിതം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലതും ഉത്തരം മുട്ടും, അല്ലെങ്കിൽ അത് പറയാൻ നിവർത്തില്ല, അല്ലെങ്കിൽ അതിന് പറയാൻ അർഹതപ്പെട്ടവർ പറയണമെന്നുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളിൽ കിടക്കുന്നില്ല. അപ്പോൾ വിശ്വാസത്തിനൊക്കെ ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമ്മളെ മൈൻഡിനെ തന്നെ നമ്മൾ തന്നെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു നെഗറ്റീവ് എനർജി കുറിച്ച് കുറക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ശുശ്രൂഷിക്കുന്ന ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ബന്ധപ്പെട്ട ആരെങ്കിലും ആണ്, അവര് ബെഡ് റിഡൺ കാലാകാലങ്ങളല്ല, കുറച്ച് കാലങ്ങളിലേക്ക് മാത്രം ബെഡ് റെസ്റ്റിലാണെങ്കിൽ ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ ഈ ഒരു ഡിസീസിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ടോ? എങ്ങനെ? ഇപ്പൊ നമ്മള് ഡോക്ടർ പറഞ്ഞല്ലോ, ലൈഫ് ലോങ് പാരലൈസ്ഡ് ആവുന്ന ആളുകളുണ്ട്. പകരം നമ്മൾ ശുശ്രൂഷിക്കുന്ന ആള് കുറച്ച് കാലങ്ങളിലേക്ക് മാത്രമാണ് നമ്മളുടെ ഒരു സേവനം ആവശ്യമുള്ളൂ എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ ഈ ഒരു രോഗാവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത കുറയും. അപ്പോൾ കുറയും, ഡെഫിനറ്റ്ലി കുറയും. കാരണം അതും നമുക്ക് ഇനി വരാനുണ്ടല്ലോ എന്നുള്ളത് പറയും. ഇപ്പോൾ ചിലതൊക്കെ നമുക്ക് ഇനി ഒരു ഹോപ്പില്ല, ഇതിൽ പ്രതീക്ഷ ഒന്നും ഇല്ലാന്ന് പറയുമ്പോൾ വീണ്ടും നമുക്ക് നെഗറ്റീവ് എനർജി. ഇപ്പം മെൻ്റലി ചാലഞ്ചഡ് ആയിട്ടുള്ള, മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള കുട്ടികളൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. അവരെയൊക്കെ സംരക്ഷിക്കുന്ന ആളുകൾക്ക് വരെ, അമ്മമാരാണ് കൂടുതൽ ഉണ്ടാവുക കുട്ടികളെ കാര്യങ്ങൾ നോക്കുമ്പോൾ. അവരെ അമ്മമാർക്ക് ഡോക്ടർമാരാണെങ്കിലും മറ്റുള്ളവരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, ഇത് മെൻ്റലി റിട്ടാർഡ് ആണ്, ബുദ്ധിമാന്യമാണ്, ഇതിന് വലിയ ചേഞ്ചസ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, ഇവരെ നിങ്ങൾ ട്രെയിനിങ് സെൻറ്ററിലൊക്കെ കൊടുത്ത് കുറച്ച് ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പീച്ച് തെറാപ്പിസ്റ്റ്, അങ്ങനെ ഓക്യുപ്പേഷൻ തെറാപ്പിസ്റ്റ്, ഇങ്ങനെയൊക്കെ അവരുടെ സഹായം കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് നിങ്ങൾ അവരെ കാര്യങ്ങൾ അവരെന്നെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയൊക്കെ പാടുള്ളൂ എന്ന് പറയുമ്പോൾ അവരെ അമ്മമാരിലും അച്ഛനൊക്കെ ഉള്ളിലൊക്കെ ഒരു കാര്യം ഡെവലപ്പ് ചെയ്യും, ഇതിനി ഒരിക്കലും മാറില്ല, അല്ലെങ്കിൽ ജന്മനാൽ ഉള്ള ഒരു വൈകല്യമായതുകൊണ്ട് തന്നെ അതിൻ്റെ റിക്കവറി വളരെ ലിമിറ്റഡ് ആണെന്നൊക്കെ അറിയുമ്പോൾ അവർക്കൊരു ഫ്രസ്ട്രേഷൻസ് മനസ്സിൽ വരികയും അതിൻ്റെ ഇനിയിപ്പോൾ ഞങ്ങളെ കാലശേഷം ആര് ഇവരെ നോക്കും എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് അവരാ ദേഷ്യങ്ങൾ എന്ന സ്നേഹം ഉണ്ട് ഉള്ളിൽ, ആ ദേഷ്യം മനസ്സിലുള്ള കാരണം തന്നെ ഈ കുട്ടിയെന്നെ ചിലത് പറയുമ്പോൾ അടിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥകൾ കണ്ടിട്ടുള്ള കേസുകൾ ഞങ്ങൾ കാണാറുണ്ട്. ഇതൊക്കെ മനസ്സിൽ ഓരോ വിഷമങ്ങൾ വരുമ്പോൾ നിങ്ങളോട് എനിക്ക് സ്നേഹമുണ്ട്, പക്ഷേ ആ സ്നേഹം കൂടുതലുള്ള കാരണം എങ്ങനെയൊക്കെ ഇനി ഇതിൻ്റെ മുന്നോട്ട് എങ്ങനെയൊക്കെ ആവും എന്നുള്ള ഭാവിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻസ് കാരണം ഇങ്ങനെയൊക്കെ വരാം. അപ്പോൾ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും മനസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഊഹിക്കാത്ത പല കാര്യങ്ങളിലേക്കും സംഭവിക്കും. അതുകൊണ്ട് ഇങ്ങനെ ബെഡ് റിഡൺ ആയിട്ടുള്ള പേഷ്യൻസൊക്കെ ധാരാളം ഉണ്ട്, നമ്മൾ കുടുംബത്തിലൊക്കെ ഉണ്ട്. അതിനെ നോക്കാനിരിക്കുമ്പോൾ നമ്മളെ മനസ്സിന് നമ്മൾ തന്നെ ത്വരിതപ്പെടുത്തിക്കൊണ്ടെന്ന് ഇത് ഞാനൊരു നല്ല കാര്യമാണ് ചെയ്യുന്നത്, ദിസ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി, എൻ്റെ ഉത്തരവാദിത്തമാണ് ഈ നോക്കേണ്ടത്, മറ്റുള്ള കാര്യങ്ങൾ ഞാൻ കുറച്ച് മാറ്റി വെച്ചാലും ഈ അവസ്ഥ എനിക്ക് നാളെ വരികയാണെങ്കിലും ഇതൊക്കെ തന്നെയാണ് ചെയ്യാനുള്ളത് നല്ലത് ആലോചിച്ചാൽ ഒരു പരിധി വരെയെങ്കിലും നമുക്ക് പിന്നെ പെട്ടെന്നല്ല അക്യൂട്ടായിട്ട്
ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതിനെ പൊരുത്തപ്പെടാൻ ചിലർക്കാണ് സാധിച്ചില്ല, ടൈം എടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെ വരുന്ന കുട്ടികളിലൊക്കെ ഇപ്പോൾ സ്വന്തം അപ്പനും അല്ലെങ്കിൽ സ്വന്തം അമ്മയും ഒക്കെ വേർപിരിയുക, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും അസുഖമായിട്ട് കിടക്കുമ്പോൾ ഒക്കെ പെട്ടെന്ന് അവരുടെ തൊഴിലൊക്കെ വിട്ട് വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് പ്രയാസകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് ജോലിയിലൊക്കെ ലീവ് എടുക്കാനും പ്രയാസമായിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ മൈൻഡ് അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ കുറച്ചൊരു പ്രയാസം ഉണ്ടാകും. മറ്റുള്ള ആളുകൾക്കൊക്കെ കമൻറ്റുകളും സജഷൻസൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അവർക്ക് സ്വയം അതിലേക്ക് എത്താൻ, അല്ലെങ്കിൽ അവരുടെ ഇൻകം, അവരുടെ ലൈഫ് സ്റ്റൈലിന് എങ്ങനെ മുന്നോട്ട് പോകും, അവർക്കൊരു ഇൻകം സോഴ്സ് കൂടി വേണമല്ലോ, വീട്ടിലിരുന്നാലും പറ്റില്ലല്ലോ, അതിനുള്ള സോഴ്സ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇങ്ങനെയൊക്കെയുള്ള കുറേ കൺഫ്യൂഷൻ വരും. അപ്പോൾ ഇതിനൊന്നും മറ്റുള്ളവർക്ക് പൂർണ്ണമായിട്ടൊരു ഉത്തരം പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. നമ്മൾ തന്നെ സെൽഫായി ചിന്തിച്ചിട്ട് നമുക്ക് എത്ര സമയം നമുക്കിതിന് സ്പെൻഡ് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള സമയം അതിനെന്തൊക്കെ പരിഹാരങ്ങൾ കണ്ടെത്തണം എന്നത് നമ്മൾ തന്നെ ചിന്തിച്ച് കാണിച്ചു കൊടുക്കണം. ഇപ്പം എൻ്റെ വീട്ടിലെ ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു സെൻറ്റിമെൻ്റൽ ഡയലോഗ്സ് കേൾക്കുക എന്നല്ലാതെ അതിന് അൾട്ടിമേറ്റ് ഡിസിഷൻ ഞാൻ തന്നെ എടുക്കണം, ഞാൻ തന്നെ പരിഹാരം എടുക്കണം. ഞാൻ എത്ര ബിസിയാണ് പറഞ്ഞുകൊണ്ടും അതിനൊക്കെ എനിക്ക് തൽക്കാലം ഒരു എസ്കേപ്പിസം എന്നല്ലാതെ അതിനൊരു പൂർണ്ണ പരിഹാരം ഉണ്ടാകുന്നില്ല. അപ്പോൾ എൻ്റെ വീട്ടിലെ ചില കാര്യങ്ങൾ ഞാൻ തന്നെയാണ് തീരുമാനം എടുക്കേണ്ടത്. അതിനെ ഒളിച്ചോടിയിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ അതിന് സമയം കണ്ടെത്തണം, അതിനനുസരിച്ച് ഷെഡ്യൂൾ കണ്ടെത്തി മുന്നോട്ട് പോകാൻ നമ്മൾ പ്രാപ്തരാവുക. ഈ അവസ്ഥ നമുക്ക് വന്നാൽ ആരാ ഉണ്ടാവുക എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിന് സ്വയം ചോദിക്കുക. അങ്ങനെയൊക്കെ ഇതിൽ നിന്ന് പരിഹാരം നേടാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. ചിൽഡ്രൻ, ദിസ് ഇസ് മീ ശിവാനി സൈനിങ് ഓഫ്. താങ്ക് യു.